അപ്പോ ശക്തമായ ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസിന്റെ അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസിന്റെ UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം, ഇതുവരെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല തരത്തിലുള്ള ഒരു സംഘടിതമായ പ്രവർത്തനം UDFന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നമ്മൾ കണ്ടു. നോക്കൂ, പ്രതിപക്ഷത്തുള്ള മിക്കവാറും ചില പാർട്ടികൾ അപ്രസക്തമാകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവും. കേരള കോൺഗ്രസ് മാണിക്ക് ചിലപ്പോൾ ഒരു സീറ്റും ഇല്ലാതെ വരാം. അതുപോലെ പല പാർട്ടികൾക്കും അത് വരാം. എന്നാൽ ഇപ്പുറത്ത് UDFിൽ നിൽക്കുന്ന RSPക്ക് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ സീറ്റ് തിരിച്ചു വരുന്നു, CMDക്ക് വരുന്നു. അങ്ങനെ UDFിന്റെ ഭാഗത്ത് നിൽക്കുന്ന കക്ഷികൾക്ക് ഒരു ഉത്തേജനം ഉണ്ടാകുന്നു. മുസ്ലിം ലീഗിന് വലിയ വിജയം ഉണ്ടാകുന്നു. കോൺഗ്രസിന് ഇപ്പൊ കണക്കാക്കുന്നത് 60-ന് താഴെ MLA-മാർ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരള നിയമസഭയിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഏതാണ്ട് അത്രയും MLA-മാർ കോൺഗ്രസിന് ഉണ്ടാവുകയാണ്. തീർച്ചയായും ഇത് VD സതീശൻ നയിക്കുന്ന UDFിന്റെ ടീം UDFിന്റെ വിജയമാണ് എന്ന് തന്നെയാണ് കാണുന്നത്.